എണ്ണ വ്യാപാര മേഖലയെ ഇപ്പോഴത്തെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യയും ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ട്രാപ്പിൽപ്പെട്ട അവസ്ഥയിലാണ് ഇന്ത്യയും. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചോളൂ തൽക്കാലം എന്ന ഒരു ഔദാര്യം പോലെയുള്ളൊരു സമീപനം ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് നിങ്ങൾ എണ്ണ മേടിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ കപ്പലുകളിൽ നിന്നൊക്കെ എണ്ണ വാങ്ങിക്കാം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അതിനകത്ത് അമേരിക്ക എടുക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പുറത്ത്, വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അമേരിക്ക എന്നതാണ്. നേരത്തെ മനീഷ് തിവാരിയല്ല, ജയറാം രമേശ് പറയുന്നു പൂർണ്ണമായും ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അന്ന് എഴുതി വച്ചതിൻ്റെ അപകടം ഇപ്പോഴാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കും? അല്ല, ഇത് ആകെ മുങ്ങിയാൽ കുടിരില്ല എന്നുള്ളതാണല്ലോ ഒരു രീതി. ഇത് ഇന്ത്യ ഇത് നേരത്തെ തീരുമാനിച്ച് വിലയ്ക്ക് വാങ്ങിയ ദുരന്തമാണ്. അമേരിക്ക പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവരുടെ കൂടി ഇറാൻ പോലെ ഇന്ത്യയെ നിർണായക സമയങ്ങളിൽ സഹായിച്ച, എന്തിന് പെഹൽഗാം അറ്റാക്കിൻ്റെ സമയത്ത് പോലും ആ തീവ്രവാദാക്രമണത്തെ അപലപിച്ച ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇറാൻ. ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാൻ്റെ കൂടെ കൂടുകയോ പരസ്യമായി കൂടുകയോ മൗനം പാലിക്കുകയോ ചെയ്തൊരു സമയത്ത് പെഹൽഗാം അറ്റാക്കിനെ അപലപിച്ച രാജ്യത്തെ കൈയൊഴിയാൻ തീരുമാനിച്ച ശേഷം ഇനി നമുക്ക് തിരിച്ചു പോക്കില്ല. അമേരിക്ക എന്തു പറയുന്നു അതനുസരിക്കുക എന്നതിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ തമാശ എന്ന് വെച്ചാൽ സ്കോട്ട് ബെസൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ ട്രഷറി സെക്രട്ടറി, നമ്മുടെ ഫിനാൻസ് മന്ത്രി പോലെ ഇരിക്കും, ഏതാണ്ട് ആ പദവിയുള്ള ആളാണ്. അയാൾ എന്തിനത് ട്വീറ്റ് ചെയ്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് മിണ്ടാതെ അങ്ങ് ചെയ്താൽ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതൊഴിയാണ്. ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ് ആ ട്വീറ്റിൻ്റെ അർത്ഥം. ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് അലൗഡ് ഇന്ത്യ ടു ബൈ ഓയിൽ ഫോർ ദ നെക്സ്റ്റ് 30 days എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇതൊരു വാസൽ സ്റ്റേറ്റ് നമ്മളെ അവർ കണ്ടു കഴിഞ്ഞു. നമ്മൾ അടിയാന്മാരാണ് ഇന്ത്യ എന്നുള്ളത് പേർത്തും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലെ വിവിധ സംവിധാനങ്ങൾ. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ മറ്റൊരു യോഗം ഡൽഹിയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ അമേരിക്കയുടെ ഒരു മന്ത്രി അവിടെ ഒന്ന് പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ വ്യാപാര കരാറിനെ കുറിച്ചാണ് പറഞ്ഞത്. 20 വർഷം മുമ്പ് ചൈനയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് വിട്ടുകൊടുത്തത്, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ചൈന നിങ്ങളെ മറികടന്ന് നിങ്ങൾ ഓർക്കണം. ഈ വ്യാപാര കരാറിലൂടെ അമേരിക്ക ഫസ്റ്റാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾക്ക് ഗുണമുള്ള കാര്യമേ ഞങ്ങൾ ചെയ്യൂ എന്ന് ഡൽഹിയിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതിൻ്റെ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അമേരിക്കയ്ക്ക് ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ല കാര്യത്തിൽ. പക്ഷേ അതിലൂടെ നമ്മളെ നിരന്തരം അപമാനിക്കാൻ കൂടി അവർക്ക് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും സ്റ്റേറ്റ്മാൻഷിപ്പും ഒന്നും അറിയാത്തവരല്ലല്ലോ അമേരിക്കയിലെ നേതാക്കന്മാർ. പക്ഷേ അവരാണ് ഈ പ്രത്യേക അവസ്ഥയിൽ ഇനി 30 ദിവസത്തേക്ക് വാങ്ങിച്ചോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അവന്മാർ പോയി വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അങ്ങനെ പോലും ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ അമേരിക്കയുടെ അനുവാദത്തോടുകൂടി പോവുകയാണ്. അപ്പോൾ അത് വാർത്ത സ്റ്റാൻഡേർഡ് ഓയിൽ അല്ല, അതിന് കുറച്ചുകൂടെ വിശദമായി പറയണം. ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഇത് പുറത്തറിയുമല്ലോ, അപ്പോൾ നാണക്കേടല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളാണ് അനുവദിച്ചത്, ഞങ്ങൾ അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യ വാങ്ങിക്കുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, എത്ര വലിയ ഒരു അപമാനത്തിലേക്കാണ് അത്. കാരണം ഇന്ത്യയുടെ സ്റ്റേച്ചർ അങ്ങനെയാണ്, ഇന്ത്യയുടെ സ്ഥിതി ഇപ്പോൾ അങ്ങനെയാണ്. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മുൻപ് കാലത്തെ ഇന്ത്യയുടെ ഒരു സ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾ കണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ പഴയ വീഡിയോസൊക്കെ തന്നെയുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമായിരിക്കാം, ആ സൗഹൃദമായിട്ട് നിൽക്കട്ടെ, കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു ബൈറ്റ് ഇപ്പോൾ ഓടുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പോഴും അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നിങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്തു, നിങ്ങൾ എണ്ണ വാങ്ങില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദേശകാര്യമന്ത്രി ജയശങ്കറോ ഫിനാൻസ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനോ കൊമേഴ്സ് മിനിസ്റ്ററോ ഇവരാരും മറുപടി പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 3 ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോഴാണ് അടുത്തത് വരുന്നത്, വാങ്ങിച്ചോ എന്ന് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഇതിനും മറുപടിയില്ല. ഫെബ്രുവരി 11 പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചത്. നാളെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കും, നോക്കിക്കോ അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് 1 മാസമാകുന്നില്ല. അതിന് മുമ്പേ അത് സംഭവിച്ചു കഴിഞ്ഞു. അത് രാഹുൽ ഗാന്ധിക്ക് ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ടല്ല, നമുക്കറിയാമായിരുന്നു ഇങ്ങനെ തന്നെ വരുള്ളൂ. എന്നിട്ട് ഒരു കണ്ടീഷൻ കൂടി വയ്ക്കുകയാണ്, വേറെ ഗതിയൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോകണം എന്നറിയാതെ ബുദ്ധിമുട്ട് കിടക്കുന്ന റഷ്യൻ കപ്പൽ, അതേത് കപ്പൽ, അതേത് സംവിധാനം നമുക്കറിയില്ല,
അങ്ങനെ കപ്പലിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇവർ ഇനിയും കൂടുതൽ എണ്ണ വാങ്ങിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൂടി പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചിരിക്കണം എന്നുള്ള ഒരു തിട്ടൂരം കൂടി ഇതിനകത്തൂടെ കടത്തിവിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇപ്പോൾ ലോകത്തുണ്ടായിരിക്കുന്ന ഒരു എനർജി ക്രൈസിസ്, അത് ഞങ്ങൾ യുദ്ധം തുടങ്ങിയതുകൊണ്ടാണല്ലോ, അമേരിക്ക യുദ്ധം തുടങ്ങിയതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ യുദ്ധം കൊണ്ടൊരു എനർജി ക്രൈസിസ് ഉണ്ടായാൽ ഈ ഇറാൻ്റെ കാര്യം, അത്തരം സാധനങ്ങൾ ഞങ്ങൾ തൽക്കാലം റഷ്യയുടെ കാര്യം ഞങ്ങൾ തൽക്കാലം വിട്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റ് ഇറാനാണ്. ഞങ്ങളുടെ ടാർഗറ്റ് ഇറാൻ്റെ ഭരണമാറ്റമാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സർവനാശമാണ്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ റഷ്യയെ വിട്ടു. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എല്ലാവർക്കും എണ്ണ വാങ്ങിക്കാം എന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ റഷ്യയായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. അതുകൊണ്ട് അമേരിക്കൻ താല്പര്യം അനുസരിച്ച് അവർ പറയുന്നത് റഷ്യയെ ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചു, അമേരിക്ക പറഞ്ഞാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇറാനാണ്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ റഷ്യയെ വിട്ടു, അതുകൊണ്ട് വേണേൽ വാങ്ങിച്ചോ. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, തൊട്ടുപോകരുത്, ഇറാനെ സഹായിച്ചു പോകരുത്. ഇന്ത്യൻ തീരത്ത് അധികം ദൂരമൊന്നുമല്ലല്ലോ ഒരു ഇറാനിയൻ കപ്പൽ തകർക്കപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സി നടക്കുന്നുണ്ടല്ലോ. രണ്ടാമതൊരു കപ്പൽ ഇപ്പോൾ ട്രിങ്കോമാലിയിൽ ബർത്ത്ഡാണ്. മൂന്നാമതൊരു കപ്പലിനെ കുറിച്ച് വിവരം, ഈ 3 കപ്പലും ഇവിടുന്ന് പോയതാണ്, ഇവിടുത്തെ നാവികാഭ്യാസത്തിന് ശേഷം പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലോകരീതി. ഒരു തവണ കൂടി ഇന്ത്യ നാണം കെടുന്നു, വിശ്വഗുരു നാണം കെടുന്നു. പിന്നെ നാണക്കേടെന്ന് പറയുന്ന ഒരു അഭിമാനമായി കൊണ്ട് നടക്കുകയും ഇതിനെയും മാസ്റ്റർ സ്ട്രോക്കാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് നാളെ ഡൽഹിയിൽ സംഘികളുടെ വക ലഡു വിതരണം ഉണ്ടാകും. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാനുള്ള അനുമതി തിരിച്ച് നേടിയെടുത്തിരിക്കുന്നു. ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ട് സത്യമായിട്ട് അതുതന്നെ നടക്കും. മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചയായി ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്ത BJP സർക്കാരും BJP നേതാക്കന്മാരും ഈ കാര്യത്തിൽ മിണ്ടാൻ പോകുന്നില്ല. നാണക്കേട് ആസനത്തിൽ കിളുത്ത ആൽ ഒരു തണലായി കൊണ്ട് നടക്കുന്ന നാണം കെട്ട നെറികെട്ട രാഷ്ട്രീയ നേതൃത്വവും രാജ്യ നേതൃത്വവുമായി മാറിയിരിക്കുന്നു ഇന്ത്യ. അമേരിക്ക വെച്ച കെണിയിൽ പോയി വീണിരിക്കുകയാണ്. ഇനി ഇതിനകത്തുനിന്നൊരു മോചനമില്ല എന്നത് കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. വല്ല അമേരിക്ക ഈ ലോകം മൊത്തം ഭരിക്കുമ്പോൾ ഞങ്ങൾ ദാസന്മാരെ നിന്നാൽ 10ഓ 100ഓ കിട്ടും, നമുക്കതുകൊണ്ട് കാര്യങ്ങൾ നടത്തിപ്പോകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു സ്ട്രാറ്റജി ഇന്ത്യയുടെ കയ്യിൽ. അവസാനം ഇങ്ങനെ ഒരു യുദ്ധം വന്നപ്പോഴാണ് ആ വ്യാപാര കരാറിൻ്റെ ഒരു അപകടം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അടിയറ വെക്കപ്പെട്ട വിദേശ നയത്തിൻ്റെ ഒരു അപകടം മനസ്സിലാകുന്നത്. വിദേശ നയം അല്ലെങ്കിൽ വ്യാപാര കരാർ എന്നുള്ളതല്ല, ഇനി മൊത്തത്തിലേ സമ്പൂർണ്ണമായി അമേരിക്കയ്ക്ക് വിധേയപ്പെടുകയല്ലാതെ വഴിയില്ല എന്നൊരു എന്തോ ഒരു അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം എത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോക്കൂ സൈഫ്, ഇറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ആധുനിക രാഷ്ട്രങ്ങൾ എന്നുള്ള നിലക്കുള്ള ബന്ധങ്ങൾ നമുക്കറിയാം, വളരെ സുദൃഢമായ ബന്ധങ്ങളാണ്. വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡുള്ള ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അലി ഖാംനെയി അവിടെ അങ്ങോട്ട് പോയി സന്ദർശിച്ചതെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ നിന്ന് 2 രാഷ്ട്രതലവന്മാരാണ് വിപ്ലവത്തിന് ശേഷം അവിടെ പോയത്. ഒന്ന് വാജ്പേയിയാണ്, ഒന്ന് നരേന്ദ്രമോദിയാണ്. അത്രയും ബന്ധം ആധുനിക രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് തന്നെയുണ്ട്. പൗരാണികമായി നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതം ആദ്യമായിട്ട് ഒരു നോൺ ഇന്ത്യൻ ലാംഗ്വേജിൽ, ഒരു ഫോറിൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ഏതിലാണെന്നറിയോ? പേർഷ്യൻ ലാംഗ്വേജിലാണ്. ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് മഹാഭാരതം എത്തുന്നത് പേർഷ്യക്കാരിലൂടെ, പേർഷ്യൻ ഭാഷയിലൂടെയാണ്. അത്രയ്ക്ക് ദീർഘമായിട്ടുള്ള സാംസ്കാരിക ബന്ധമുള്ള രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും പേർഷ്യ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ്, സുപ്രീം ലീഡർ, 36 വർഷം ആ രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറായിരുന്നൊരു മനുഷ്യൻ ഒരു പുലർച്ചെ കൊല്ലപ്പെടുകയാണ്. നമുക്കൊരു അനുശോചനം രേഖപ്പെടുത്താൻ എത്ര ദിവസം എടുത്തു? ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യത്തിൻ്റെ തലവൻ, അതിൻ്റെ പരമോന്നത നേതാവിനെ ശിരച്ഛേദം ചെയ്തിട്ട് അതിൽ അനുശോചനം രേഖപ്പെടുത്താൻ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? അതുപോലും നമ്മുടെ ഒരു വിദേശകാര്യ സെക്രട്ടറി എംബസിയിൽ പോയിട്ട് അനുശോചന പുസ്തകത്തിൽ എഴുതുകയല്ലാതെ അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രാജ്യത്തിന് ഗതി ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ സൈഫുവിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. സൈഫുവിന് അത് അനുശോചനം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല, ദുഃഖം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൈഫ് എന്തിനു കൊള്ളും? പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നത് ആരാണ്? സൈഫാണ് മരിച്ചിരിക്കുന്നത്. കാരണം ഒരു പ്രിയപ്പെട്ടൊരു സുഹൃത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രക്ക് ഗുരുതരമായ അവസ്ഥയിലേക്കാണ്. പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ജിമ്മി പറഞ്ഞ മാതിരി 56 ഇഞ്ച്
ഇതാണ് ഈ മിത്രങ്ങൾ ലളിതമായി ആലോചിക്കേണ്ട കാര്യം. ഇതാണ് ഞാൻ പറയുന്നത്. മിത്രങ്ങൾ ഇന്നത്തെ ഈ എന്താണ് സ്കോട്ട് ബെസൻറ്റ് അങ്ങേരുടെ ട്വീറ്റ് ഒന്ന് എടുക്കുക, അങ്ങേരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ പ്രസിഡൻറ്റ് പറഞ്ഞിരിക്കുകയാണ് എന്ത്, ഇന്ത്യക്ക് 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാനുള്ള അവകാശമുണ്ട്, അനുമതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതൊരു സോവറിൻ, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണല്ലോ നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ ചെങ്ങായി വന്ന് പറയുകയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് അനുവദിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രസിഡന്റ് ഈ എനർജി സെക്യൂരിറ്റി ലോകത്ത് നടത്താനുള്ള അതിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളാകയാൽ ഇന്ത്യയെ അനുവദിച്ചിരിക്കുന്നു 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ. അതിന് താൻ ആരടോ എന്നല്ലേ ചോദിക്കേണ്ടത്? ഈ 56 ഇഞ്ചുകാരൻ അത് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതേക്കാൾ ഗുരുതരമാണ് ഈ ഇറാൻ കപ്പൽ മുങ്ങിയ സംഭവം. നമ്മുടെ അതിഥിയാണ്, നമ്മുടെ അതിഥിയായി നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ വന്നിട്ടുള്ള ഒരു കപ്പൽ തിരിച്ചു പോകുന്നു. നമ്മളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് കടന്ന ആ മൊമെൻറ്റിൽ അത് ആക്രമിക്കപ്പെടുന്നു, അതുള്ള നാവികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിൽ പല മാധ്യമങ്ങളും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇൻ്റലിജൻസ് ഷെയറിങ് അതിനകത്ത് ഉണ്ടായി എന്ന് അതിഗുരുതരമായ വാർത്ത പുറത്തുവിടുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആര് നമ്മളെ വിശ്വസിക്കും? നമ്മുടെ ക്രെഡിബിലിറ്റി കോഷ്യൻറ്റ്, ക്രെഡിബിലിറ്റി ഇൻഡെക്സ്, അതിന് നില എന്താണ്? നമ്മളുടെ അതിഥിയായി വന്നിട്ടുള്ള ഒരു നോൺ കോംബാറ്റ്, അത് നമ്മൾ ആ നിലയ്ക്ക് ഒരു മിലിറ്ററി ഡ്രില്ലിൽ ഇതിൽ നാവൽ ഷോയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് നോൺ കോംബാറ്റൻ്റ് ആണ്. അതൊരു ഡിപ്ലോമാറ്റിക്, ഒരർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ആ കപ്പലിന്. അങ്ങനെയുള്ളൊരു കപ്പലാണ് ദ മൊമെൻറ്റ് നമ്മുടെ അതിർത്തി വിടുന്ന ഘട്ടത്തിൽ അത് ആക്രമിക്കപ്പെടുന്നു. അതെങ്ങനെ സംഭവിച്ചു? അതിൻ്റെ പിന്നിൽ എന്താണ്? ഇത് ഗുരുതരമായ ചോദ്യമാണ്. ഇത് തെളിയിക്കപ്പെടില്ല എങ്ങനെയാണ്, പക്ഷേ സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. ക്രെഡിബിലിറ്റി കടയിൽ പോയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. വർഷങ്ങളോളം മനുഷ്യർ അധ്വാനിച്ച് കെട്ടിപ്പടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്. ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മളെ വിശ്വസിക്കും? എങ്ങനെ നമ്മളുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് പുറത്തുനിന്നുള്ള ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് മറുപടി? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ലളിതമാണ് കാര്യം. ട്രംപ് കൽപ്പിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം വീക്കെൻഡായ ദുർബലനായ ചൗക്കീദാറാണ് നമുക്കുള്ളതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ചൗക്കീദാർ? ഇപ്പോൾ ഹാരിസ് ഇൻ ദ ടൗൺ എന്നാണ് JD വാൻസ് എപ്പോഴും ട്രംപിനെ കുറിച്ച് പറയുക. ന്യൂ ഹാരിസ് ഹസ് കം ഇൻ ദ ടൗൺ. അവിടുത്തെ ഹാരിസും നമ്മുടെ ചൗക്കീദാർ, അവിടുത്തെ ഹാരിസിൻ്റെ കൈപ്പിടിയിലാണ് അവിടുത്തെ ന്യൂ ഷെരീഫ് അവിടുത്തെ ഷെരീഫിൻ്റെ കൈപ്പിടിയിലാണ് നമ്മുടെ ചൗക്കീദാർ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടതെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അതിലും വലിയ മിത്രമായിട്ടുള്ള അദാനിയുടെ കേസ് അവിടെയുണ്ട്, എപ്സ്റ്റീൻ ഫയൽസിൽ ആരുടെയൊക്കെ പേരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളിലേക്ക് പോവുക. പക്ഷെ ലളിതമായി പറഞ്ഞാൽ ചൗക്കീദാറിന്, നമ്മുടെ രാഷ്ട്രനായകന് ഇങ്ങേര് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. അതിന്നും ട്രഷറി സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഷെരീഫ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മേടിച്ചോ എന്ന്. അപ്പം ട്രംപ് പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു വെസൽ സ്റ്റേറ്റെന്നോ ഒരു ഉപഗ്രഹ രാജ്യമെന്നോ പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞു. എപ്പോൾ? 56 ഇഞ്ച് ഏറ്റവും വലിയ രാജ്യസ്നേഹികളെന്ന്, ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ഇവർ, ഈ ദേശ് ഭക്ത്, അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള മിത്രങ്ങളോടാണ്, ഇതാണോ നിങ്ങളുടെ പരംവൈഭവത്തിലുള്ള ഭാരതം എന്ന് വിശദീകരിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മിത്രങ്ങളാണ്.